ആരോഗ്യം ഏതൊരു വ്യക്തിയുടെയും അടിസ്ഥാന മനുഷ്യാവകാശമാണ്. ഇത് ഉറപ്പുവരുത്തേണ്ടത് ജനാധിപത്യ സർക്കാരുകളുടെ പ്രാഥമിക കർത്തവ്യവുമാണ്. ഈ ലക്ഷ്യം മുൻനിർത്തി 2018 കേരള സംസ്ഥാന സർക്കാർ അംഗീകരിച്ച് നടപ്പിലാക്കിയ നിയമമാണ് കേരള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് റെഗുലേഷൻ ആൻഡ് രജിസ്ട്രേഷൻ ആക്ടും ചട്ടങ്ങളും. ഇവയെ തുടർന്ന് 2025 നവംബർ 26 ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ച ഉത്തരവിന്റെയും പശ്ചാത്തലത്തിൽ പൊതുജനങ്ങളും സ്ഥാപനങ്ങളും അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാന കാര്യങ്ങൾ വിവരിക്കുകയാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. പൊതുജനങ്ങൾ ഈ ആക്ടിനെ പറ്റി അറിയേണ്ട എല്ലാ കാര്യങ്ങളും വിശദമായി നമ്മളോട് സംസാരിക്കുവാൻ ഇന്നെത്തിയിരിക്കുന്നത് കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് സെക്രട്ടറി ഡോക്ടർ സനിൽ കുമാറാണ്. സ്വാഗതം സർ. നമസ്കാരം. കേരള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് രജിസ്ട്രേഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് ഇതെന്താണ്? ഇത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? കേരളത്തിലെ ക്ലിനിക്കൽ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുന്നതിനും അവയെ രജിസ്റ്റർ ചെയ്യുന്നതിനും വേണ്ടിയുള്ള നിയമമാണ് കേരള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് രജിസ്ട്രേഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട് 2018. ഇതനുസരിച്ച് കേരളത്തിലെ എല്ലാ സ്ഥാപനങ്ങളും ഈ നിയമത്തിൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്യാതെ പ്രവർത്തിക്കാൻ പാടില്ല. സർ, ഈ ആക്ട് നടപ്പിലാക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താണ്? ഈ ആക്ട് നടപ്പിലാക്കുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി എല്ലാ ക്ലിനിക്കൽ സ്ഥാപനങ്ങളും പാലിക്കേണ്ട മിനിമം സ്റ്റാൻഡേർഡ്സ്, അതായത് ഏറ്റവും കുറഞ്ഞ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ച് വിജ്ഞാപനം ചെയ്തിട്ടുണ്ട്. അത് പാലിക്കുക എന്നുള്ളത് എല്ലാ ക്ലിനിക്കൽ സ്ഥാപനങ്ങളും നിർബന്ധമായി ചെയ്യേണ്ട കാര്യമാണ്. സർ, ഈ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന നിർവചനത്തിന് കീഴിൽ ഏതെല്ലാം സ്ഥാപനങ്ങളാണ് വരുന്നത്? കേരളത്തിലെ അംഗീകൃത ചികിത്സാ സമ്പ്രദായങ്ങളായ മോഡേൺ മെഡിസിൻ, ആയുഷ്, ആയുർവേദ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി ഇതിന് കീഴിൽ വരുന്ന എല്ലാ സ്ഥാപനങ്ങളും ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്ന പരിധിയിൽ വരുന്നതാണ്. അതിൽ രോഗനിർണയമോ രോഗചികിത്സയോ രോഗികളുമായി ബന്ധപ്പെട്ട മാനേജ്മെൻറ്റ് വരുന്ന എല്ലാ സ്ഥാപനങ്ങളും ഉൾപ്പെടുന്നതാണ്. അതിൽ ആശുപത്രികൾ വരും, ലബോറട്ടറികൾ, ഡയഗ്നോസ്റ്റിക് സെൻറ്റേഴ്സ് വരും, മെഡിക്കൽ കോളേജുകൾ വരും. എല്ലാ സ്ഥാപനങ്ങളും അതിൽ ഉൾപ്പെട്ടതാണ്. സർ, ഇനി ഈ ആക്ടിൻ്റെ പരിധിയിൽ വരാത്ത സ്ഥാപനങ്ങൾ അങ്ങനെ ഏതെങ്കിലും ഉണ്ടോ? തീർച്ചയായും. കൺസൾട്ടേഷൻ സേവനങ്ങൾ മാത്രം നൽകുന്ന സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു ഡോക്ടർ ഒരു കൺസൾട്ടേഷൻ നടത്തുന്നു, അവിടെ വേറെ പ്രൊസീജിയർ ഒന്നും ചെയ്യുന്നില്ല, അവിടെ വേറെ സർജറിയോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, കൺസൾട്ടേഷൻ നടക്കുന്നു, മരുന്ന് കൊടുക്കുന്നു, അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ സ്ഥാപനങ്ങളിൽ തന്നെ ലബോറട്ടറികൾ ഉണ്ടെങ്കിൽ ആ ലബോറട്ടറികൾ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. പിന്നെ എക്സംഷനുള്ള ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ആംഡ് ഫോഴ്സസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്, അതായത് സായുധ സേനയുടെ കീഴിൽ വരുന്ന ക്ലിനിക്കൽ സ്ഥാപനങ്ങൾ. ഈ സ്ഥാപനങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. സർ, ഈ സ്ഥാപനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള കാറ്റഗറൈസേഷൻ അല്ലെങ്കിൽ തരംതിരിവ് അങ്ങനെ ചെയ്തിട്ടുണ്ടോ? തരംതിരിവ് ചെയ്തിട്ടുണ്ട്. അതായത് സ്ഥാപനങ്ങളുടെ സേവനം അനുസരിച്ച് അവരുടെ ലെവൽ അനുസരിച്ചും അതിനെ തരംതിരിച്ചിട്ടുണ്ട്. പലതരത്തിലുള്ള കാറ്റഗറൈസേഷനുണ്ട്. പ്രധാനമായി പറയുകയാണെങ്കിൽ ആശുപത്രികളാണെങ്കിൽ പ്രൈമറി ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ, സെക്കൻഡറി ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ, ടെർഷറി ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ അങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ലബോറട്ടറികളാണെങ്കിൽ ലെവൽ 1, ലെവൽ 2, ലെവൽ 3 എന്ന് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ രജിസ്ട്രേഷൻ പർപ്പസിനായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണെങ്കിൽ ആശുപത്രികളെയാണെങ്കിൽ 0 മുതൽ 20 വരെ ബെഡുകളുള്ള ആശുപത്രികൾ, 21 മുതൽ 50 വരെ ബെഡുള്ള ആശുപത്രികൾ, 51 മുതൽ 100 ബെഡ് വരെയുള്ള ആശുപത്രികൾ, 101 മുതൽ 200 ബെഡ് വരെയുള്ള ആശുപത്രികൾ, 201 ബെഡ് മുതൽ 500 ബെഡ് വരെയുള്ള ആശുപത്രികൾ, 501 മേലെയുള്ള ആശുപത്രികൾ അങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. പിന്നെ ഡെൻ്റൽ ക്ലിനിക്കുകളാണെങ്കിൽ 1 മുതൽ 3 വരെയുള്ള ചെയറുകൾ, പിന്നെ 4 മുതൽ 6 വരെയുള്ള ചെയറുകൾ, 7 അതിൽ കൂടുതലുള്ള ചെയറുകൾ, പിന്നെ ഡെൻ്റൽ ആശുപത്രികൾ, ഡെൻ്റൽ കോളേജുകൾ അങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ലബോറട്ടറികളാണെങ്കിൽ ആ ലബോറട്ടറികൾ നൽകുന്ന സേവനങ്ങളെ ബേസ് ചെയ്ത് ലെവൽ 1 ലബോറട്ടറികൾ, ലെവൽ 2 ലബോറട്ടറികൾ, ലെവൽ 3 ലബോറട്ടറികൾ അങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം, ഈ സർക്കാർ അല്ലെങ്കിൽ സ്വകാര്യ സ്ഥാപനങ്ങൾ അവിടെ ഭേദമില്ലാതെ തന്നെ ഈ രജിസ്ട്രേഷൻ ബാധകമല്ലേ? ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്കും സ്വകാര്യ സ്ഥാപനങ്ങൾക്കും ഒരേ രീതിയിലുള്ള മാനദണ്ഡവും ഒരേ രീതിയിലുള്ള നിയമമാണ്
നടപ്പിലാക്കി വരുന്നത്. സർ, ഈ ആക്ട് നടപ്പിലാക്കുന്നതിനായിട്ട് എന്തെല്ലാം സംവിധാനങ്ങളാണ് ചെയ്തിട്ടുള്ളത്? ചുമതലകൾ ആർക്കൊക്കെയാണ് നൽകിയിട്ടുള്ളത്? ഈ ആക്ട് നടപ്പിലാക്കുന്നതിനായി ഒരു കേരള സ്റ്റേറ്റ് കൗൺസിലുണ്ട്. അതായത് അഡീഷണൽ ചീഫ് സെക്രട്ടറി ചെയർമാനായിട്ടുള്ള ഒരു സ്റ്റേറ്റ് കൗൺസിൽ. ഈ സ്റ്റേറ്റ് കൗൺസിൽ ആരോഗ്യവകുപ്പ് ഡയറക്ടർ, ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ, ആയുഷിലെ ISM ഡയറക്ടർ, ഹോമിയോ ഡയറക്ടർ, പബ്ലിക് ഹെൽത്ത് ലാബ് ഡയറക്ടർ, പിന്നെ എല്ലാ സംഘടനകളുടെ IMA മുതലുള്ള എല്ലാ സംഘടനയുടെയും എല്ലാ വിഭാഗത്തിലുള്ള മെഡിക്കൽ വിഭാഗങ്ങളുടെയും സംഘടനകളുടെ പ്രതിനിധികൾ, ഇവരിലൊക്കെ ഉൾപ്പെട്ട ഒരു സ്റ്റേറ്റ് കൗൺസിൽ. പിന്നെ ഉള്ളത് ജില്ലാ തലത്തിൽ കളക്ടർ ചെയർമാനായുള്ള ഒരു ഡിസ്ട്രിക്ട് അതോറിറ്റി. അതിൽ മോഡേൺ മെഡിസിൻ DMO, ISM DMO, ഹോമിയോ DMO ഉണ്ട്. പിന്നെ ഒരു ക്ഷേമ സംഘടനകളുടെ ഒരു പ്രതിനിധി ഉണ്ട്. ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട ഇംപ്ലിമെൻറ്റേഷൻ ബോഡി. ഇത് കൂടാതെ തന്നെ ഏതെങ്കിലും സ്ഥാപനങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ സമർപ്പിക്കുന്നതിനുള്ള അപ്പലേറ്റ് അതോറിറ്റി ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ പൊതുജനങ്ങൾക്ക് പരാതി ഓൺലൈനായി സമർപ്പിക്കുന്നതിനുള്ള ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സർ, അടുത്തതായിട്ട് പ്രധാനമായും ഈ സ്ഥാപനങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത് ആരാണ് ചെയ്യേണ്ടത്? അതുപോലെ തന്നെ ആരെയാണ് സമീപിക്കേണ്ടത്? അവരെന്താണ് ചെയ്യേണ്ടത്? രജിസ്റ്റർ ചെയ്യേണ്ടത് സ്വാഭാവികമായും ആ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥനാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. ഈ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ടിൻ്റെ എല്ലാ രജിസ്ട്രേഷൻ പ്രോസസ്സും ഓൺലൈൻ ആയാണ്. നമ്മുടെ വെബ്സൈറ്റ് www.clinicaleestablishment.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ രജിസ്ട്രേഷനുള്ള ഓപ്ഷനുണ്ട്. അവിടെ തന്നെ നമ്മൾ രജിസ്ട്രേഷൻ എന്നൊരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രജിസ്ട്രേഷനുള്ള ഗൈഡ് ലൈൻസ് എല്ലാം അതിലുണ്ട്. അതിനുശേഷം ഓൺലൈനായി തന്നെ രജിസ്റ്റർ ചെയ്യാം. അതേപോലെ തന്നെ ഓൺലൈനായി തന്നെ ഫീസ് അടയ്ക്കാം. സർട്ടിഫിക്കറ്റ് പോലെ ഡാഷ്ബോർഡിൽ ഓൺലൈനായി തന്നെ വരും. അപ്പോൾ ഇതിനു വേണ്ടി ഓഫീസ് വിസിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, ഓൺലൈനായിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ സർ, ഇനിയിപ്പോൾ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് നൽകുന്നത് ആരാണ്? അതുപോലെ തന്നെ ഇത് നൽകാനുള്ള അധികാരം ആർക്കാണ്? ഡിസ്ട്രിക്ട് രജിസ്ട്രേഷൻ അതോറിറ്റിയാണ് ഒരു ഡിസ്ട്രിക്റ്റിലെ, അതായത് കേരളത്തിൽ പറയുകയാണെങ്കിൽ അതിൻ്റെ കീ ഇംപ്ലിമെൻറ്റേഷൻ ബോഡി ഓഫ് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് എന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് രജിസ്ട്രേഷൻ അതോറിറ്റിയാണ്. ഡിസ്ട്രിക്ട് രജിസ്ട്രേഷൻ അതോറിറ്റിയാണ് ഒരു രജിസ്ട്രേഷൻ നൽകുക എന്നത്, അത് റദ്ദു ചെയ്യുന്നത്, അത് സസ്പെൻഡ് ചെയ്യുന്നത് എല്ലാത്തിനുമുള്ള അധികാരത്തിനുള്ള ബോഡി ഡിസ്ട്രിക്ട് രജിസ്ട്രേഷൻ അതോറിറ്റിയാണ്. ഈ രജിസ്ട്രേഷനിൽ തന്നെ പ്രൊവിഷണലും പെർമനൻറ്റും ഉണ്ട്. അപ്പോൾ ഈ പ്രൊവിഷണൽ രജിസ്ട്രേഷനും പെർമനൻറ്റ് രജിസ്ട്രേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതായത് ഈ ആക്ട് നിലവിൽ വന്നത് 1/1/2019 ആക്ട് നിലവിൽ വന്ന സമയത്ത് അതിന് മുമ്പ് ഉള്ള എല്ലാ ക്ലിനിക്കൽ സ്ഥാപനങ്ങളും എടുക്കേണ്ട രജിസ്ട്രേഷനാണ് പ്രൊവിഷണൽ രജിസ്ട്രേഷൻ. ഈ പ്രൊവിഷണൽ രജിസ്ട്രേഷൻ ഞാൻ ഇതിന് മുൻപ് പറഞ്ഞതുപോലെ ഓൺലൈൻ പ്രോസസ്സ് തന്നെയാണ്. ഓൺലൈൻ അപ്ലൈ ചെയ്യുകയും അതിൻ്റെ രേഖകൾ എല്ലാം ഓൺലൈനായിട്ട് സമർപ്പിക്കുകയും അത് ഡിസ്ട്രിക്ട് രജിസ്ട്രിംഗ് അതോറിറ്റി അത് വെരിഫൈ ചെയ്യുകയും ഓൺലൈനായി സർട്ടിഫിക്കറ്റ് നൽകുകയും ചെയ്യുന്നു. ഇതിൽ നേരിട്ട് പോയുള്ള പരിശോധന ഇല്ല. നേരിട്ട് പോയി പരിശോധിക്കാതെ ഓൺലൈൻ പ്രോസസ്സിൽ തന്നെയാണ് ഇവരുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പ്രൊവിഷണൽ രജിസ്ട്രേഷൻ നൽകുന്നത്. എന്നാൽ പെർമനൻറ്റ് രജിസ്ട്രേഷനും ആപ്ലിക്കേഷൻ പ്രോസസ്സൊക്കെ ഇതേപോലെ തന്നെയാണ്. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്ട്രിക്ട് അതോറിറ്റി നിയോഗിക്കുന്ന അസസർമാരുണ്ട്. ഓരോ കാറ്റഗറിയിലും ആ കാറ്റഗറിയുമായിട്ട് ബന്ധപ്പെട്ട അസസർമാർ. ഇപ്പോൾ മോഡേൺ മെഡിസിൻ സ്ഥാപനമാണെങ്കിൽ ഒരു MBBS ഡോക്ടർ, മിനിമം MBBS ഡോക്ടർ നയിക്കുന്ന ഒരു അസസേഴ്സിൻ്റെ പാനൽ, ഡെൻ്റലാണെങ്കിൽ ഡെൻ്റൽ ഡോക്ടർ നയിക്കുന്ന പാനൽ, അത് അല്ലെങ്കിൽ പിന്നെ ലബോറട്ടറി ആണെങ്കിൽ ലബോറട്ടറി ടെക്നീഷ്യൻ്റെ പാനൽ, ഏത് കാറ്റഗറിയാണോ ആ വിജ്ഞാപനം ചെയ്തിട്ടുള്ള പാനലിനുള്ള അസസേഴ്സ് നേരിട്ട് ചെന്ന് ഇത് ഈ സബ്മിറ്റ് ചെയ്തിട്ട് ആപ്ലിക്കേഷന് മിനിമം സ്റ്റാൻഡേർഡ് അനുസരിച്ച് എല്ലാ ഫെസിലിറ്റീസും ഉണ്ടെന്ന് വിലയിരുത്തുകയും അതിനനുസരിച്ചുള്ള ഒരു റിപ്പോർട്ട് ജില്ലാ രജിസ്ട്രിംഗ് അതോറിറ്റിക്ക് നൽകുകയും ചെയ്യുന്നു. ജില്ലാ രജിസ്ട്രിംഗ് അതോറിറ്റി ഈ റിപ്പോർട്ട് വിലയിരുത്തിയതിന് ശേഷം ഈ സ്ഥാപനത്തിന് രജിസ്ട്രേഷൻ നൽകണമോ അതോ ഇതിലെന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ അത് റിട്ടേൺ ചെയ്യും. റിട്ടേൺ ചെയ്യുന്നത് 1 മാസത്തിനകത്ത് ആ റിട്ടേൺ ചെയ്യുന്ന അതിലെ ഡെഫിഷ്യൻസീസ് കറക്റ്റ് ചെയ്തിട്ട് വീണ്ടും ഇവർക്ക് അപ്ലൈ ചെയ്യാം. അതിലും ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ റിജക്റ്റ് ചെയ്യും. ഇതാണ് പെർമനൻറ്റ് രജിസ്ട്രേഷൻ. പ്രൊവിഷണൽ രജിസ്ട്രേഷനും പെർമനൻറ്റ് രജിസ്ട്രേഷൻ തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് പ്രൊവിഷണൽ രജിസ്ട്രേഷന് അസസ്മെൻ്റ് ഇല്ല. പെർമനൻറ്റ് രജിസ്ട്രേഷൻ എല്ലാ അസസ്മെൻറ്റും കഴിഞ്ഞിട്ടാണ് പെർമനൻറ്റ് രജിസ്ട്രേഷൻ കൊടുക്കുന്നത്. ഓക്കെ സർ, ഈ പ്രൊവിഷണൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് പറഞ്ഞു. അതിലിപ്പോൾ ഈ പരിശോധന നടത്തിയതിന് ശേഷമാണ് അതിൻ്റെ കാലാവധിയെക്കുറിച്ച് എത്രയാണ് അതിൻ്റെ കാലാവധി എന്ന് പറയുന്നത്? പ്രൊവിഷണൽ രജിസ്ട്രേഷൻ്റെ കാലാവധി 4.5 വർഷമാണ്. 4.5 വർഷം. പെർമനൻറ്റ് രജിസ്ട്രേഷൻ്റെ കാലാവധി 5 വർഷമാണ്. 5 വർഷം.
അപ്പോൾ സർ ഈ പെർമനന്റ് രജിസ്ട്രേഷൻ എടുക്കേണ്ടത് എപ്പോഴാണ്, എപ്പോഴേക്കാണ് എടുക്കേണ്ടത്? 2019 ശേഷം ജനുവരി 1 ശേഷം നിലവിൽ വന്ന എല്ലാ സ്ഥാപനങ്ങളും പെർമനന്റ് രജിസ്ട്രേഷൻ എടുക്കണം. 2019 മുമ്പിലുള്ള സ്ഥാപനങ്ങളും പ്രൊവിഷണൽ രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ള സ്ഥാപനങ്ങളുമാണെങ്കിൽ പ്രൊവിഷണൽ രജിസ്ട്രേഷൻ്റെ വാലിഡിറ്റി തീരുന്നതിനും 60 ദിവസം മുമ്പ് ഓൺലൈനായിട്ട് പെർമനന്റ് രജിസ്ട്രേഷന് അപ്ലൈ ചെയ്യണം. നേരെ മറിച്ച് ഒരു പുതുതായിട്ടൊരു സ്ഥാപനം, ഇപ്പോൾ ഇന്നൊരു സ്ഥാപനം നിലവിൽ വരികയാണെങ്കിൽ ഈ സ്ഥാപനം 6 മാസത്തിനകം ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ടിൽ രജിസ്റ്റർ ചെയ്താൽ മതി. അങ്ങനെയാണ് നിയമം. ഓക്കെ സർ, ഒരുപക്ഷെ സ്ഥാപനങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അടുത്തത്. ഒരിക്കൽ രജിസ്റ്റർ ചെയ്ത സ്ഥാപനം അതേ ജില്ലയിൽ തന്നെ വേറൊരു സ്ഥലത്തേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിക്കേണ്ട സാഹചര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത്? ഒരു സ്ഥാപനം അതിൻ്റെ ഉടമസ്ഥാവകാശത്തിൽ മാറ്റം വരികയോ അല്ലെങ്കിൽ അത് പ്രവർത്തിക്കുന്ന സ്ഥലത്തിന് മാറ്റം വരികയോ ചെയ്യുകയാണെങ്കിൽ നിലവിലെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അവർ സറണ്ടർ ചെയ്യണം, തിരിച്ച് ഡിസ്ട്രിക്ട് രജിസ്ട്രേഷൻ അതോറിറ്റിക്ക് ഏൽപ്പിക്കണം. ഏൽപ്പിച്ച ശേഷം പുതുതായി രജിസ്ട്രേഷൻ എടുക്കേണ്ടതാണ്. അതിപ്പോൾ സർ മറ്റൊരു ജില്ലയിലേക്ക് പോവുകയാണെങ്കിലോ? സെയിം പ്രോസസ്സ് തന്നെയാണ്. വേറെ ജില്ലയിൽ പോയാലും സെയിം പ്രോസസ്സ് തന്നെയാണ്. ആ ജില്ലാ രജിസ്ട്രേഷൻ അതോറിറ്റിയുടെ കീഴിൽ രജിസ്റ്റർ ചെയ്യണം. ഓക്കെ സർ. അടുത്തതായിട്ട് NABH അക്രഡിറ്റേഷൻ ലഭിച്ച സ്ഥാപനങ്ങളെ രജിസ്ട്രേഷനിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ടോ? NABH അക്രഡിറ്റേഷൻ ലഭിച്ച സ്ഥാപനങ്ങളെ പെർമനന്റ് രജിസ്ട്രേഷനിലെ അസസ്മെൻറ്റ് എന്ന് പറയുന്ന പ്രോസസ്സിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ അവർ നിർബന്ധമായും രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യുമ്പോൾ അസസ്സേഴ്സ് നേരിട്ട് ചെന്ന് അസസ് ചെയ്യുന്ന ആ പ്രോസസ്സ് NABHൻ്റെ വാലിഡിറ്റി ഉള്ള സമയം വരത്തേക്കും എക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. വാലിഡിറ്റി എപ്പോഴാണോ തീരുന്നത് അപ്പോൾ അസസ്സേഴ്സ് ചെന്ന് അസസ് ചെയ്യുന്നതായിരിക്കും. സർ, ഈ രജിസ്റ്റർ ചെയ്യാത്ത സ്ഥാപനങ്ങൾക്കെതിരെ ഈ ആക്ട് അനുസരിച്ച് എന്ത് നടപടിയാണ് എടുക്കുന്നത്? ആരാണ് ആ നടപടികൾ എടുക്കുന്നത്? ഒരു സ്ഥാപനം ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് കണ്ടെത്തുകയാണെങ്കിൽ ആദ്യത്തെ കണ്ടെത്തലിന് 50,000 രൂപ വരെ ആകാവുന്ന പിഴശിക്ഷയും, വീണ്ടും രജിസ്റ്റർ ചെയ്തില്ല രണ്ടാമത്തെ കണ്ടെത്തലിന് 2 ലക്ഷം രൂപ വരെ ആകാവുന്ന പിഴശിക്ഷയും, വീണ്ടും രജിസ്റ്റർ ചെയ്തില്ല മൂന്നാമത്തെ കണ്ടെത്തലിന് 3 ലക്ഷം വരെ ആകാവുന്ന പിഴശിക്ഷയും ചുമത്തുന്നതിന് നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. എന്നാൽ ഒരു സ്ഥാപനം നമ്മൾ പിഴശിക്ഷ വിധിക്കുമ്പോൾ എല്ലാ സ്ഥാപനത്തിനും ഒരേപോലത്തെ പിഴശിക്ഷയില്ല. സ്ഥാപനത്തിൻ്റെ സ്വഭാവം, സൈസ്, അവർ നൽകുന്ന സേവനങ്ങൾ ഇതൊക്കെ നിശ്ചയിച്ചതിന് ശേഷം ജില്ലാ രജിസ്ട്രിംഗ് അതോറിറ്റിക്ക് നിശ്ചയിക്കുന്ന പിഴശിക്ഷയാണ് ചുമത്തുന്നത്. ഓക്കെ സർ. സർ, ഈ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് പ്രകാരം സ്ഥാപനങ്ങളിൽ നിർബന്ധമായും പ്രദർശിപ്പിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് അനുസരിച്ച് ഏറ്റവും ആദ്യമായി പ്രദർശിപ്പിക്കേണ്ടത് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റാണ്. അത് പ്രൊവിഷണൽ രജിസ്ട്രേഷൻ ആയാലും പെർമനൻറ്റ് രജിസ്ട്രേഷൻ ആയാലും അത് പ്രദർശിപ്പിക്കേണ്ടതാണ്. പിന്നീട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഓരോ സേവനങ്ങൾക്കും ഈടാക്കുന്ന നിരക്കുകൾ പ്രദർശിപ്പിച്ചിരിക്കണം. എന്ന് പറയുമ്പോൾ ആ നിരക്കുകൾ ഒന്നുകിൽ അവിടെ പ്രദർശിപ്പിക്കാം, പക്ഷേ നിരക്കുകളുടെ ബാഹുല്യം അനുസരിച്ച് ഒരു ഹോസ്പിറ്റലാകുമ്പോൾ ഒരുപാട് പ്രോസസ്സുകൾ കാണും, എല്ലാം പ്രദർശിപ്പിക്കാൻ സാധിക്കണമെന്നില്ല. അങ്ങനെയാക്കുമ്പോൾ അതവിടെ ഡിജിറ്റലായിട്ട് അവൈലബിൾ ആയിരുന്നാലും മതി, അല്ലെങ്കിൽ വെബ്സൈറ്റിൽ പ്രദർശിപ്പിക്കാം. ഡിജിറ്റലായിട്ടാണ് അവൈലബിൾ ആകണമെങ്കിൽ പേഷ്യൻറ്റിനോ ബൈസ്റ്റാൻഡറിനോ ഇത് നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനം അവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇത് വെബ്സൈറ്റിൽ പ്രദർശിപ്പിക്കുകയാണെങ്കിൽ വെബ്സൈറ്റ് മലയാളത്തിലും ഇംഗ്ലീഷിലും പ്രദർശിപ്പിച്ചിരിക്കണം. അത് ആക്സസ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി അതിൻ്റെ ക്യാമ്പസിൽ തന്നെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. പേഷ്യൻ്റ് ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് ആവശ്യപ്പെടുകയാണെങ്കിൽ ആ പ്രിൻ്റ് ഔട്ട് അവിടെ കൊടുക്കേണ്ടുന്നതാണ്. പിന്നീട് അവിടെ പ്രദർശിപ്പിക്കേണ്ടത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഉത്തരവനുസരിച്ച് ആ ഹോസ്പിറ്റലിലെ കൂടുതൽ സൗകര്യങ്ങളും അവിടെ പ്രദർശിപ്പിക്കണം. അവിടെയുള്ള ബെഡിൻ്റെ നിലവാരം, പിന്നെ അവിടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഏത് ഒരു ക്ലിനിക്കൽ സ്ഥാപനത്തിലും അവിടെ ഒരു ഗ്രീവൻസ് റിഡ്രസൽ സംവിധാനത്തിന് ഒരു ഓഫീസർ ഉണ്ടാവണം. ആ ഓഫീസറുടെ പേര്, നമ്പർ, ബന്ധപ്പെടേണ്ട ഇമെയിൽ വിലാസം പ്രദർശിപ്പിക്കണം. അവർക്ക് 7 ദിവസത്തിനകം അത് ആ പരിഹാരം കിട്ടിയില്ലെങ്കിൽ അവർക്ക് ഡിസ്ട്രിക്ട് രജിസ്ട്രിംഗ് അതോറിറ്റി അപ്രോച്ച് ചെയ്യാവുന്നതാണ്. അതിനുള്ള കോൺടാക്ട് ഡീറ്റെയിൽസ്, അതിനുള്ള ഫോൺ നമ്പരും ഇമെയിൽ ID പ്രദർശിപ്പിക്കണം എന്നുള്ളതാണ്. സർ, ഈ ആക്ട് അനുസരിച്ച് ഒരു അത്യാഹിതം സംഭവിച്ച് സ്ഥാപനത്തിൽ കൊണ്ടുവരുന്ന രോഗിക്ക് യാതൊരു കാരണവശാലും ചികിത്സ നിഷേധിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് ശരിയാണോ? തീർച്ചയായിട്ടും ശരിയാണ്.
ഒരു അത്യാഹിതമായിട്ട് ഒരു സ്ഥാപനത്തിൽ ചെല്ലുകയാണെങ്കിൽ ക്ലിനിക്കൽ സ്ഥാപനം പലതരത്തിലുണ്ട്. ബേസിക് ക്ലിനിക്ക് മുതൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വരെ ഉണ്ട്. അപ്പോൾ എല്ലായിടത്തും ഒരേപോലെയുള്ള സംവിധാനങ്ങൾ അല്ല നിലവിലുള്ളത്. ഒരു അത്യാഹിതമായിട്ട് ഒരു രോഗി ഒരു സ്ഥാപനത്തിൽ ചെല്ലുകയാണെങ്കിൽ ആ സ്ഥാപനത്തിൽ നിലവിലുള്ള സൗകര്യങ്ങളുടെയും അവിടെയുള്ള സ്റ്റാഫിൻ്റെയും ആ ഒരു കാറ്റഗറി അനുസരിച്ച് അതനുസരിച്ചുള്ള സേവനം നൽകണം എന്നുള്ളതാണ്. അതെ സർ, അതിലേക്ക് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ ആശുപത്രിയിലേക്ക് എത്തുന്ന രോഗികൾക്ക് എന്തെല്ലാം സേവനങ്ങളാണ് ഈ ആക്ട് അനുസരിച്ച് നൽകണമെന്ന് നിഷ്കർഷിച്ചിട്ടുള്ളത്? നമ്മുടെ ഈ ആക്ട് അനുസരിച്ച് ഒരു കാറ്റഗറി ഓഫ് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, അതായത് ഒരു വിഭാഗത്തിൽപ്പെടുന്ന ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ കൊടുക്കേണ്ടുന്ന സേവനങ്ങൾ എന്തൊക്കെയാണ് ഉള്ളത് ആ എല്ലാ സേവനങ്ങളും കൊടുക്കണം എന്ന് തന്നെയാണ്. അപ്പോൾ അതിൽ ഇപ്പോൾ എമർജൻസി ആയിട്ട് ഒരു രോഗി പോവുകയാണെങ്കിൽ ആ രോഗി എമർജൻസി കാര്യം ആ സ്ഥാപനത്തിൽ കഴിയുന്ന രീതിയിൽ അതിനെ സ്റ്റെബിലൈസ് ചെയ്യുകയും അതിനെ സ്ഥിരപ്പെടുത്തുകയും ചെയ്തതിന് ശേഷം തൊട്ടടുത്ത ഹയർ സെൻറ്ററിൽ എത്തുന്നതിനുള്ള ആംബുലൻസ് വിളിച്ച്, അത് ചെറിയ ക്ലിനിക്കാണെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് ആംബുലൻസ് വേണമെന്ന് നിർബന്ധമില്ല. വലിയ ആശുപത്രി ആണെങ്കിൽ അവർ ഔട്ട്സോഴ്സ് ചെയ്താൽ മതി. അവർ വിളിക്കുമ്പോൾ ആംബുലൻസ് എത്തണം. ആ ആംബുലൻസിൽ തൊട്ടടുത്ത ഹയർ സെൻറ്ററിൽ റെഫർ ചെയ്യേണ്ട സംവിധാനം ചെയ്യണം. പിന്നെ ഒരു രോഗി വരുമ്പോൾ രോഗിയുടെ കയ്യിൽ പൈസ ഇല്ല അല്ലെങ്കിൽ അവരുടെ റെക്കോർഡ്സ് ഇല്ല എന്ന് പറഞ്ഞ് അവർക്ക് ചികിത്സ നിഷേധിക്കാൻ പാടില്ല. സർ, എല്ലാ സ്ഥാപനങ്ങളും വെബ്സൈറ്റിൽ അവരുടെ ഒരു ലഘുലേഖ പബ്ലിഷ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു പ്രിന്റഡ് കോപ്പി രോഗികൾക്ക് നൽകണമെന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? അത് നമ്മുടെ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്റ്റിൽ പറയുന്ന വ്യവസ്ഥയല്ല. ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് നടപ്പിലാക്കുന്നതിനെതിരെ കുറച്ച് സംഘടനകൾ, കേരള പ്രൈവറ്റ് ഹോസ്പിറ്റൽ അസോസിയേഷൻ, ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ തുടങ്ങിയ സംഘടനകൾ കോടതിയെ സമീപിക്കുകയും അതനുസരിച്ച് ഹൈക്കോടതി അവരുടെ പരാതികളെല്ലാം തള്ളുകയും ചെയ്തു. അവർ വീണ്ടും അപ്പീൽ പോയതിൻ്റെ അടിസ്ഥാനത്തിൽ ഡിവിഷൻ ബെഞ്ച് 26/11 ഒരു ഉത്തരവ് പുറപ്പെടുവിപ്പിച്ചു. ആ ഉത്തരവിൽ വളരെ സ്പെസിഫിക് ആയിട്ട് പേഷ്യൻറ്റിന് വേണ്ടിയുള്ള വളരെയധികം ഡയറക്ഷൻസ് ഉണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട ഡയറക്ഷനാണ് ഈ പേഷ്യൻ്റ് ഇൻഫർമേഷൻ ബ്രോഷർ എന്ന് പറയുന്ന ഒരു സംവിധാനം എല്ലാ മെഡിക്കൽ സ്ഥാപനങ്ങളും എല്ലാ ക്ലിനിക്കൽ സ്ഥാപനങ്ങളും തയ്യാറാക്കുകയും അത് അവരുടെ വെബ്സൈറ്റിൽ ഉണ്ടായിരിക്കുകയും അത് വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റണം. അതേപോലെ തന്നെ അത് അവിടെ അവൈലബിൾ ആയിരിക്കുകയും ചെയ്യണം എന്ന് പറയുന്നു. ഈ ലഘുലേഖയിൽ അവിടെ നൽകാവുന്ന സേവനങ്ങൾ എന്തൊക്കെയാണ്, ബെഡിൻ്റെ സ്ഥിതി, ICUവിൽ എത്ര ബെഡുകളുണ്ട്, പിന്നെ ഇൻഷുറൻസ് എംപാനൽമെൻറ്റ്, പിന്നെ എമർജൻസി സർവീസ് വന്നാൽ എങ്ങനെ അത് മാനേജ് ചെയ്യും, പിന്നെ ഗ്രീവൻസ് റിഡ്രസൽ മെക്കാനിസം, അതായത് പരാതി പരിഹാര സംവിധാനം എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിക്കൊണ്ട് ഒരു ലഘുലേഖ തയ്യാറാക്കണമെന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആ ഉത്തരവിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ സർ, ഇനി പൊതുജനങ്ങൾക്ക് ഈ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ അത് അവർ എങ്ങനെയാണ് എത്തിക്കേണ്ടത്? അതുപോലെ തന്നെ അതിനായി എന്തെങ്കിലും സംവിധാനങ്ങൾ നിലവിലുണ്ടോ? തീർച്ചയായും ഉണ്ട്. നമ്മുടെ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് അനുസരിച്ച് ഒരു സംസ്ഥാനതല ഗ്രീവൻസ് റിഡ്രസൽ കമ്മിറ്റി, അതായത് പരാതി പരിഹാര സമിതിയാണുള്ളത്. ആ പരാതി പരിഹാര സമിതിക്ക് പൊതുജനങ്ങൾക്ക് എന്ത് പരാതി ഉണ്ടെങ്കിലും അത് ഓൺലൈനായി സൗജന്യമായി സമർപ്പിക്കാവുന്നതാണ്. അത് നമ്മുടെ വെബ്സൈറ്റ് www.clinicalestablishment.kerala.gov.in കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് പേജിൽ പ്രോമിനൻ്റ് ആയിട്ട് അത് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഗ്രീവൻസ് റിഡ്രസൽ. അത് ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ പോർട്ടലിലോട്ട് ഡയറക്റ്റായിട്ട് പോയി സമർപ്പിക്കാം. അല്ലെങ്കിൽ തന്നെ ഒരു ലേറ്റസ്റ്റ് ന്യൂസ് എന്ന് പറയുന്ന ഒരു സ്ക്രോളിങ്ങിൽ ഒരു ഇമെയിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ പോയാലും നമുക്ക് ഡയറക്റ്റായി തന്നെ ഗ്രീവൻസ് സമർപ്പിക്കാം. സ്റ്റേറ്റ് കൗൺസിൽ അങ്ങനെ ഒരു പ്രൊവിഷനുണ്ട്. അതുകൂടാതെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം എല്ലാ ക്ലിനിക്കൽ സ്ഥാപനങ്ങളും ഒരു സ്ഥാപനത്തിൽ തന്നെ ഒരു ഗ്രീവൻസ് റിഡ്രസൽ ഡെസ്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഹെൽപ്പ് ലൈൻ ഉണ്ടായിരിക്കണം. എന്നിട്ട് അവിടുത്തെ ഒരു ഓഫീസർ അതിനുവേണ്ടി അസൈൻ ചെയ്യണം. ആ ഓഫീസറിൻ്റെ പേര്, ഇമെയിൽ ID, ഫോൺ നമ്പർ ഇത്രയും അവിടെ പ്രദർശിപ്പിച്ചിരിക്കുകയും 7 ദിവസങ്ങൾക്കുള്ളിൽ അവിടെ അവർക്ക് പരിഹാരം കിട്ടിയില്ലെങ്കിൽ ഡിസ്ട്രിക്ട് രജിസ്ട്രിങ് അതോറിറ്റി DMO അവർക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി DMOയുടെ കോൺടാക്ട് ഡീറ്റെയിൽസും അവിടെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗ്രീവൻസിന് വേണ്ടി ഇത്രയും സംവിധാനങ്ങളാണ് ഉള്ളത്.
ഓക്കെ സർ. ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് റെഗുലേഷൻ ആൻഡ് രജിസ്ട്രേഷൻ ആക്ട് 2018 പറ്റി പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങൾ, പല പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്കും നമുക്ക് ഇത്രയും നേരം വിശദമായി ഉത്തരം നൽകിയതിന് ഏറെ നന്ദി. നമസ്കാരം.